നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ജമൈക്കയിൽ കരതൊട്ട മെലിസ കൊടുങ്കാറ്റിൽ മരണം 30 കവിഞ്ഞു. ജമൈക്കയിൽ 8 പേരും ഹെയ്ത്തിയിൽ 25 പേരുമാണ് മരിച്ചത്. ഹെയ്ത്തിയിൽ 18 പേരെ കാണുവാനില്ല. ഹെയ്ത്തിയിൽ പ്രളയത്തിൽ വീട് തകർന്നാണ് മരണങ്ങളേറെയും ഉണ്ടായിട്ടുള്ളത്. പടിഞ്ഞാറൻ ജമൈക്കയിലാണ് ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങൾ ആകെ താറുമാറായി. ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും വൈദ്യുതി ലൈനുകളും പൂർണ്ണമായും തകർന്നു. നിരവധി പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. മണിക്കൂറിൽ 295 കിലോമീറ്റർ വേഗതയിൽ വീശിയടിച്ച മെലിസ ചുഴലിക്കാറ്റ് ജമൈക്കയിൽ കനത്ത നാശനഷ്ടമാണ് വിതച്ചിട്ടുള്ളത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് തെക്കു പടിഞ്ഞാറൻ ജമൈക്കയിൽ കാറ്റഗറി 5 തീവ്രതയുള്ള കൊടുങ്കാറ്റായ മെലിസ കരതൊട്ടത്. ശക്തമായ കാറ്റിനും പേമാരിക്കും പിന്നാലെ കനത്ത മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായി. ക്യൂബയിൽ തെക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിലുമാണ് നാശനഷ്ടങ്ങൾ ഏറെയും ഉണ്ടായിട്ടുള്ളത്. മെലിസയുടെ ശക്തി കുറഞ്ഞ കാറ്റഗറി 1 കൊടുങ്കാറ്റായി ഇപ്പോൾ ബഹാമിസിലൂടെ കടന്നുപോവുകയാണ്.